ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ചെറിയ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോ വരികയാണ്. അപ്പം ഞാനും അച്ഛനും കൂടാണ് ഇന്ന് പോകുന്നത്. ഞങ്ങളിപ്പം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ വേണ്ട മാവേലിക്കര സ്റ്റേഷൻ അടുക്കാറാകുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നത്. അപ്പം അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി. പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിന്. അപ്പോൾ ഇതാ എത്തി നമ്മുടെ ട്രെയിൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ട്രെയിനിലല്ലായിരുന്നു പോകേണ്ടത്, വേറൊരു ട്രെയിനിലായിരുന്നു. പക്ഷേ ഇത് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ട്രെയിൻ കിട്ടി, നമ്മുടെ MGR ചെന്നൈ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ആരുമില്ല ആ കോച്ചിൽ. വെറും 1-2 പേര് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമുക്കിങ്ങനെ കാണാൻ കിട്ടത്തില്ല, ചില സമയത്ത് മാത്രം. അങ്ങനെ വേണ്ട പുലർച്ചെ ആകുന്നു, ചെറുതായിട്ട് വെട്ടമൊക്കെ വീണ് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ന്യൂ ഇയർ ഫസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങൾ ട്രെയിനിലാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ്ട് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെയും സമയമുണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് എത്താൻ. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ബോറടിക്കത്തില്ല. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. നമ്മൾ സത്യത്തിൽ നല്ല ലക്കി ആൾക്കാരാണ്. ഇതുപോലുള്ള മനോഹരമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ വേണ്ട നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. അങ്ങനെ വേറൊന്നുമല്ല നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മുടെ ട്രെയിൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചുകൊണ്ടങ്ങ് പോകാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പേട്ടയിലോട്ടാണ് പോകേണ്ടത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പേട്ടയിൽ, അവിടെയാണ് ഞങ്ങളുടെ റെയിൽവേ ഹോസ്പിറ്റൽ. അപ്പം അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അച്ഛൻ ഇന്ന് ഒരു കീമോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കീമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഡോക്ടറിനെ കാണണം. പക്ഷേ അന്ന് ഞങ്ങളുടെ ഡോക്ടർ 3 മണിക്കേ വരത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, കട്ട പോസ്റ്റായിപ്പോയി, വരുന്നേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന്, എന്താണെന്ന് വെച്ചാൽ 3 മണി വരെ ഇരിക്കണ്ടായോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ റെയിൽവേ ഹോസ്പിറ്റൽ. ചെറിയൊരു ഹോസ്പിറ്റലിലാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ആരുമില്ല, എല്ലാവരും ന്യൂ ഇയർ ആയതുകൊണ്ട് ഹാഫ് ഡേ എടുത്തിട്ട് എല്ലാവരും 12 മണിയായപ്പോഴേ പോയി. പിന്നെ ഡോക്ടറെ കാണേണ്ട ആൾക്കാർ മാത്രം അവിടെ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും പോയി. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ, സെൻട്രലിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നോക്കി. അങ്ങനെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ആയിരുന്നു. അങ്ങോട്ടത്തേക്ക് പോയി. പിന്നെയും ട്രെയിനിൽ കയറി. ഇപ്പം ആരുമില്ല, പക്ഷേ ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ലോണം ആൾ നിറഞ്ഞതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ മാവേലിക്കരയിലേക്ക് തിരിക്കുകയാണ്. പിന്നെയും പുറത്തോട്ട് നോക്കിയിരുന്ന് ഓരോരോ കാഴ്ചകളും കണ്ട് ഇരുന്ന് അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഡേറ്റും കീമോയുടേത് ഇനി 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് 2 ആഴ്ച ഇരിക്കലെയാണ് പോകേണ്ടത്. ഇത് മൺട്രോതുരുത്തി സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെ അല്ലേ, മൊത്തം 4 വശവും വെള്ളമാണ്. അങ്ങനെ അതേ നോക്കിയിരുന്നിരുന്ന് പകൽ തുടങ്ങിയ രാവിലെ 5:20 തുടങ്ങിയ യാത്ര രാത്രിയിലായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് അടുക്കാറായി. ഇതാ നോക്ക്, സൂര്യൻ്റെ കൂടത്തിൽ തുടങ്ങിയത് ചന്ദ്രൻ്റെ കൂടത്തിൽ വന്ന് ഞങ്ങളുടെ അവസാനിക്കുന്ന യാത്ര. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ദേണ്ട നമ്മുടെ ആൾ നിൽപ്പുണ്ട്. എന്തിനു വേണ്ടിയാ? കയ്യിലെ ചോക്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുക കേട്ടോ. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ആളിന് ഭയങ്കര സന്തോഷമാകും. പിന്നെ ഒരു ഡാൻസൊക്കെ ഉണ്ട്. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.